ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം നാം തന്നെ അനുഭവിക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ചെയ്ത ആളാണ് അനുഭവിക്കേണ്ടത്. അല്ലാതെ അവർ അതിൽ ഒരിക്കലും പങ്കാളി ആവില്ല. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അപഹരിച്ച് നാം ദ്രവ്യം സമ്പാദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നാം തന്നെ അനുഭവിക്കേണ്ടി വരും. ആ ദ്രവ്യമൊന്നും നമ്മുടെ കൂടെ വരില്ല. ആ ദ്രവ്യത്തിൻ്റെ പാപം നമ്മോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. കള്ളപ്രവർത്തി എന്തിനു പിന്നെ തള്ളേണം ആശ പിശാചിയേ നിമർത്യൻ. മനുഷ്യൻ ചെയ്യേണ്ടതായ പരമപ്രധാനമായ കാര്യം നമുക്കിവിടെ വിവരിച്ചു തരുകയാണ് ഒരു കവി. കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. ഇവിടെ തൊള്ള പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ദ്രവ്യം കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്ന ഭക്ഷ്യപാനീയങ്ങൾ അകത്തേക്കിടുക, അപ്പോൾ തൊള്ള പൊളിക്കും. തൊള്ള എന്ന് പറഞ്ഞാൽ വായ്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മരണസമയത്ത് മൂക്കിലൂടെ വായു കൊള്ളാതാകുമ്പോൾ വായ കൂടി പൊളിക്കുക സ്വാഭാവികമാണ്. ആ മരണസമയത്തുണ്ടാകുന്ന വായ പൊളിക്കലിനെയാണ് തൊള്ള പൊളിക്കുക എന്ന് പറയുന്നത്. കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. കള്ളപ്രവൃത്തി എന്തിനു പിന്നെ. എന്തിനാണ് ഈ കള്ളപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? തള്ളേണം ആശാ പിശാചിനെ മർത്യൻ. ആശയാകുന്ന പിശാചിൻ്റെ പിടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കൊള്ളയിട്ട് ആർജിക്കാൻ പരിശ്രമിക്കുന്നത്. ഇതാണ് രാമായണ കർത്താവായിരിക്കുന്ന വാൽമീകി ഒരു വലിയ കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ കൊന്നും അപഹരിച്ചുമാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ സപ്തർഷികൾ ആ വഴിക്ക് വരുന്നു. അവരെയും തട്ടിപ്പറിക്കാൻ നോക്കിയ സമയത്ത് അവർ ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാണ് ഈ മറ്റുള്ളവരുടെ ധനം ആർജിക്കുന്നത്? അപ്പോൾ എൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ നിൻ്റെ ഭാര്യയും മക്കളും നീ ചെയ്യുന്ന ഈ പാപപ്രവർത്തിക്ക് കൂട്ടുനിൽക്കുമോ? അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ കൂടുമോ? അവർ അതിൽ പങ്കാളിയാകുമോ? ഇതിലൊരു പങ്ക് അവരനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അനുഭവിക്കണമല്ലോ, അവർക്ക് വേണ്ടിയല്ലേ ഞാനിത് ചെയ്യുന്നത്. എന്നാൽ നീ നിൻ്റെ ഭാര്യയോട് ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പോയി, ഞങ്ങൾ എവിടെയും പോവില്ല, നീ തിരിച്ചു വരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കും എന്നവർ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ തൻ്റെ കുടിലിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കള്ളപ്രവർത്തികൾ ചെയ്യുന്നത്. ഇത് എത്രയോ ആളുകളെ കൊന്നും അപഹരിച്ചും, കാരണം അവരുടേത് തട്ടിപ്പറിക്കുമ്പോൾ അവർ എതിർക്കുമ്പോൾ അവരെ ശിക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ എത്രയോ എണ്ണത്തിൻ്റെ കഴുത്തറുത്ത ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഈ പാപത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾ അനുഭവിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. നല്ലതായാലും ചീത്തയാലായാലും അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അങ്ങോട്ട് പോയ രത്നാകരൻ ഇങ്ങോട്ട് വരുമ്പോൾ മാനസാന്തരം വന്നിട്ടാണ്. ഞാൻ എത്രയെത്ര മഹാപാപകൃത്യങ്ങൾ ചെയ്തു, ഇതിൽ നിന്നെല്ലാം വിമുക്തി നേടാൻ ഞാൻ എന്ത് വേണം
എന്ന് മാപ്പ് ചോദിച്ചുകൊണ്ട് സപ്തർഷികളുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, ഇനി എന്തു ചെയ്താൽ എൻ്റെ പാപത്തെ ശമിപ്പിക്കാൻ എനിക്ക് സാധിക്കും, അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് രാമനാമം ജപിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഈശ്വരനിൽ തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞുപോയതറിഞ്ഞില്ല. ആ ഏകാഗ്രമായ മനസ്സിന് പരമമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന സർവശക്തികളും ഉണർന്ന് അദ്ദേഹം ആ ജപത്തിൽ മാത്രം നിരതനായി വർഷങ്ങളോളം കഴിഞ്ഞു. ശരീരം പുറ്റുകൊണ്ട് മൂടി. സപ്തർഷികൾ തിരിച്ചു വരുമ്പോൾ പുറ്റുപൊളിച്ച് അദ്ദേഹത്തെ ഉണർത്തി. അപ്പോൾ അത്യന്തം തേജോമയമായിരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് അവർ പോലും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് വാൽമീകി പുറ്റിൽ നിന്നുണ്ടായതിനാൽ വാൽമീകി എന്ന നാമകരണവും ചെയ്തു. അങ്ങനെയാണ് ആദികവിയായിരിക്കുന്ന വാൽമീകി ആദികാവ്യമാകുന്ന രാമായണം രചിച്ചത്. ആ മാനസാന്തരം വന്ന ശേഷം രാമായണം രചിച്ച അദ്ദേഹം കവിത എഴുതാനുള്ള കഴിവുണ്ടായി. എഴുതേണ്ട വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. കവിതകൾ ഒഴുകി. ആ ഒഴുകിയത് രേഖപ്പെടുത്തിയിട്ടാണ് വാൽമീകി രാമായണം 24,000 ശ്ലോകം ഉണ്ടായത്. അതാണ് ആദികാവ്യം രാമായണവും ആദികവി വാൽമീകിയുമാണ്. വാൽമീകി ആരായിരുന്നു? സപ്തർഷികൾ എന്ന മഹാത്മാക്കളുമായുള്ള അല്പസമയത്തെ സംസർഗം കൊണ്ട് ഒരു കൊള്ളക്കാരൻ ഒരു മഹർഷിയായി തീർന്നു. ഇതാണ് മഹത്തുക്കളുമായി സംഘം ഉണ്ടായാലുള്ള ഫലം. അത്യന്തം മഹത്തരമായിരിക്കും. കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. കള്ളപ്രവൃത്തി എന്തിന്നു പിന്നെ തള്ളേണം ആശ പിശാചിയെ മർത്യൻ. ഹരേ കൃഷ്ണ.